ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ വിശേഷങ്ങളല്ല കേട്ടോ. നമ്മൾ ഒരു വൺഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്ന് നമ്മൾ പോകുന്നത് മൊൺട്രോ ലേക്ക് റിസോർട്ടിലേക്കാണ്. നമ്മുടെ ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്യത്തക്ക രീതിയിലാണ് ഇന്ന് പോകുന്നത്. നമ്മളെപ്പോഴും വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഓരോരോ കാരണങ്ങളായിട്ട് അത് മുടങ്ങി പോകാറുമുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ പ്ലാൻ ചെയ്യാതുള്ള ഒരു ട്രിപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോകാനായിട്ടിരുന്നാൽ അതൊന്നും നടക്കാറില്ല. അതേസമയത്ത് പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് സഡനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലേ നടക്കാറുള്ളൂ. അങ്ങനെ രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്കിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിയാകുമ്പോഴത്തേക്കിന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിന് കുറച്ച് ലേറ്റായി. സാരമില്ല, 1.5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. പോകുന്ന വഴിക്ക് വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് നല്ല ക്ലൈമറ്റായി. നമ്മുടെ അടുത്ത് ഇത്ര നല്ലൊരു റിസോർട്ട് ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അല്ലെങ്കിലും മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്നാണല്ലോ ചൊല്ല്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത്, എങ്കിലും വഴി തെറ്റി എവിടെയൊക്കെയോ പോയി. ഇത് കല്ലടയാറാണ്. അതിൻ്റെ തീരത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഒഴുക്കും ആഴമുള്ള റിവറാണ് കല്ലടയാറ്. ഇവിടുന്ന് തന്നെ ഇത്ര ഒഴുക്കുണ്ട്. അപ്പൊ അടിയിൽ എന്തായിരിക്കും? അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 1 മണിയായിട്ടുണ്ടായിരുന്നു. ഈ റിസോർട്ട് നിൽക്കുന്നത് വെള്ളത്തിലാണ് കേട്ടോ. 4 വശവും വെള്ളം. സിമെൻറ്റിൻ്റെ വലിയ പില്ലർ കൊണ്ട് വെള്ളത്തിനകത്ത് പൊക്കി നിർത്തിയിരിക്കുകയാണ് ഈ റിസോർട്ട്. അതിനകത്ത് നിറയെ മീനുകളും ഉണ്ട്. ഇതിൻ്റെ ഫ്ലോറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. കണ്ടെണ്ണമുണ്ട്. ഇതാണ് വൃന്ദാവൻ, കൃഷ്ണൻ്റെ വൃന്ദാവനമായി. റിസോർട്ടിൽ വലിയ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം ഒരു ദിവസം സ്റ്റേ ചെയ്യത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളൂ. അങ്ങനെ റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കിന് എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡൈനിങ് ഏരിയയിൽ എന്തോ പണി നടക്കുകയാണ്. അത് കാരണം റൂമിലേക്ക് ഫുഡ് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം എല്ലാവരും നല്ല വിശപ്പായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും അവനും കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിള്ളേരുറങ്ങിയില്ല. അതിനുശേഷം ഒരു 4 മണി ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് 2 മണിക്കൂറാണുള്ളത്. ഇതുപോലെയുള്ള
14 കൊച്ചു കൊച്ചു പാലങ്ങൾ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിനായിട്ട്. അതാണ് വളരെ താഴ്ത്തിയാണ് ആ പാലങ്ങളെല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ബോട്ടിങ്ങിന് പോകുമ്പോൾ തല ഇങ്ങനെ മുകളിൽ തട്ടാതെ താന്നു കൊടുക്കണം. ഇതൊക്കെ ഓരോരോ വീടുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ പാലം. ഇവർക്കൊക്കെ എന്താ അറിയാ പിള്ളേർക്കൊക്കെ അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കുടയേ ഉള്ളായിരുന്നു. കറക്റ്റ് അല്ല ഈ സൈഡൊക്കെ. രണ്ട് സൈഡിലായിട്ട് മാംഗ്രോവ് ട്രീസ് ആണുള്ളത്. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ ഇങ്ങനെ ബോട്ടിങ്ങിനായിട്ട് പോകുന്നത്. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബോട്ടിംഗ് എല്ലാം കുളമാകുമെന്ന്. പക്ഷേ മഴയത്തുള്ള ഈ ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നനയത്തില്ലായിരുന്നു. ഇതിങ്ങനെ കുട നിങ്ങൾക്കൂടെ തന്നോണ്ടാ ഞങ്ങൾ നനയുന്നത്. ഇനി നനഞ്ഞ് ഇനി എന്ത് ഞങ്ങളെ നനയട്ടെ എന്നെ ഫോൺ പിടിക്കാൻ പുഴയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റും. നല്ല തണുത്ത വെള്ളം ഈ പുഴയുടെ സൈഡിലെ വെള്ളം എല്ലാം അങ്ങനെ പോയി. ഇത് കായലിൻ്റെ നടുഭാഗമാണ്. ഇവിടെ നല്ല ആഴമുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചായയും സ്നാക്സും പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഇതൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു കടിയൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ കുറച്ച് ഭാഗത്ത് ആഴമില്ലാത്ത ഭാഗമുണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് എൻജോയ് ചെയ്യാം. ഒരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കിന് രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കിടന്നു. ഇനി കാണിക്കുന്നത് പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഓരോരുത്തരത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഒന്ന് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 11 മണിയായപ്പോഴത്തേക്കിന് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് നമ്മൾ താമസിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഒരു റിസോർട്ടാണ്. അത് പക്ഷേ വെള്ളത്തിലല്ല നിൽക്കുന്നത്. സ്ഥലത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലത്തുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് നല്ലൊരു സ്ഥലം. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഇത്രയൊക്കെയായിരുന്നു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.